ശബരിമലയിൽ മണ്ഡലകാലത്തെ ഏറ്റവും വലിയ തിരക്ക്. പോലീസിന്റെ കണക്കിൽ 1,969 തീർത്ഥാടകരാണ് ഇന്നലെ 18-ാം പടി കയറിയത്. പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് കടുത്ത നിയന്ത്രണം. കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ ഇടത്താവളങ്ങളിൽ തീർത്ഥാടകരുടെ വാഹനങ്ങൾ നിയന്ത്രിക്കുന്നു. മണ്ഡല തീർത്ഥാടന കാലത്തെ ഏറ്റവും വലിയ തിരക്കിനാണ് ശബരിമല സന്നിധാനം സാക്ഷ്യം വഹിക്കുന്നത്. ഇന്നലെ 1,969 പേരാണ് പോലീസിന്റെ കണക്കിൽ 18-ാം പടി കയറിയത്. ഇന്നും സമാനമായ സാഹചര്യമാണുള്ളത്. പമ്പ മുതൽ കടുത്ത നിയന്ത്രണങ്ങൾ, പമ്പയിലേക്കും നിലയ്ക്കലിലേക്കും വലിയ നിയന്ത്രണങ്ങളുണ്ട്. പമ്പയിലേക്കും നിലയ്ക്കലിലേക്കും വാഹനങ്ങൾ കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ ഇടത്താവളങ്ങളിൽ തടഞ്ഞു നിർത്തിയിരിക്കുകയാണ്. കൃത്യമായ ഇടവേളകൾ മാത്രമാണ് അയ്യപ്പന്മാരെ കടത്തിവിടുന്നത്. പമ്പയിൽ നിന്നും കൃത്യമായ ഇടവേളകൾ എടുത്താണ് അയ്യപ്പന്മാരെ കടത്തിവിടുന്നത്. പലപ്പോഴും അരമണിക്കൂർ മുതൽ 1 മണിക്കൂർ മുതൽ പമ്പയിൽ കാത്തു നിൽക്കേണ്ട സാഹചര്യമുണ്ട്. അതിനുശേഷം മരക്കൂട്ടം മുതൽ ഇങ്ങോട്ടും വലിയ നിയന്ത്രണങ്ങൾ. ശബരിപീഠത്തിലാണ് പോലീസ് ആദ്യമായിട്ട് ഈ ബ്ലോക്ക് ചെയ്യുന്നത്. പക്ഷേ ശബരിപീഠത്തിലെ വരി ചെന്നെത്തുന്നത് നീലിമല വരെയാണ്. അത്രമാത്രം വലിയ തിരക്ക് സന്നിധാനത്ത് അനുഭവപ്പെടുന്നുണ്ട്. പോലീസും മറ്റു ഉദ്യോഗസ്ഥരുമെല്ലാം തന്നെ തിരക്ക് നിയന്ത്രിക്കാനുള്ള നടപടികളാണ് സ്വീകരിച്ചിരിക്കുന്നത്. പമ്പ മുതൽ സന്നിധാനം വരെ വിവിധയിടങ്ങളിൽ കുടിവെള്ളവും ലഘുഭക്ഷണവും നൽകാനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഇത്രയും വലിയൊരു തിരക്ക് സന്നിധാനം ഇതുവരെ ഈ മകരവിളക്കിന് മാത്രം കാണുന്ന ആ സമയത്ത് മാത്രം കാണുന്ന ഒരു തിരക്ക് ഇവിടെ എത്തിയ സാഹചര്യത്തിൽ ഈ നിയന്ത്രണങ്ങളൊക്കെ എത്രമാത്രം നടപ്പാക്കാൻ കഴിയുന്ന ഒരു ആശങ്കയുമുണ്ട്. പ്രത്യേകിച്ച് പുല്ലുമേട് വഴിയുള്ള അയ്യപ്പന്മാരുടെ എണ്ണവും വളരെ വർദ്ധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് എത്താൻ 10-15 മണിക്കൂർ എടുക്കുന്ന സാഹചര്യത്തിൽ പുല്ലുമേട് വഴിയാണ് അയ്യപ്പന്മാർ കൂടുതലായിട്ട് എത്തുന്നത്. അപ്പോൾ അത്തരത്തിലൊരു തിരക്ക് ഇവിടെ അനുഭവപ്പെടുന്നുണ്ട്. വലിയ തിരക്കിലേക്കാണ് സന്നിധാനം നടന്നു കയറുന്നത്. കാരണം ഈ മണ്ഡല പൂജയ്ക്ക് 2 ദിവസം മാത്രമാണുള്ളത്. നാളെ ഉച്ച മുതൽ പമ്പയിൽ നിന്നും അയ്യപ്പന്മാർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. തങ്കങ്കി വരുന്ന സാഹചര്യത്തിൽ അത്രമാത്രം വലിയൊരു തിരക്കിലേക്ക് പോകുമ്പോൾ സന്നിധാനത്തേക്ക് എത്തുന്ന അയ്യപ്പന്മാർ മണിക്കൂറുകൾ കാത്തു നിൽക്കേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത്. KP ധനേഷിനൊപ്പം CBN ന്യൂസ് 18. കടുത്ത നിയന്ത്രണങ്ങളാണ് പമ്പയിലേക്ക് വാഹനങ്ങൾ കടത്തിവിടുന്നത്. ശശിനാരായണൻ ചേരുന്നു വിവരങ്ങളുമായി. ശശി, ഈ മണ്ഡലകാലത്തെ ഏറ്റവും വലിയ തിരക്കാണ് ഇപ്പോൾ ശബരിമലയിൽ അനുഭവപ്പെടുന്നത്. ഏത് രീതിയിലാണ് അവിടെ നിയന്ത്രണങ്ങൾ? അശ്വതി, വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. മണിക്കൂറുകൾ ഈ തീർത്ഥാടകർ ദർശനം നടത്തി. അതിന്റെ അടിസ്ഥാനത്തിൽ പത്തനംതിട്ട ജില്ലയിലും വിവിധ ഇടത്താവളങ്ങളിൽ വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. വാഹനങ്ങൾ എത്തുന്നതനുസരിച്ച് പമ്പയിൽ നിന്നും വാഹനങ്ങൾ തിരിച്ചു വരുന്ന ക്രമമനുസരിച്ചാണ് പോലീസ് വാഹനങ്ങൾ കടത്തിവിടുന്നത്. കോന്നിയിലും പത്തനംതിട്ടയിലും അതുപോലെ സമീപ കലഞ്ഞൂർ അടക്കമുള്ള മേഖലയിൽ പത്തനംതിട്ടയിൽ കടന്നു വരുന്ന റോഡുകൾ, അടൂർ അടക്കമുള്ള മേഖലകളിലൊക്കെ വാഹനങ്ങൾ നിയന്ത്രിച്ചു വിടുന്ന ഒരു സാഹചര്യം പത്തനംതിട്ടയിലുണ്ട്. കാരണം വലിയ തിരക്ക് അനുഭവ സാഹചര്യത്തിൽ ഈ തീർത്ഥാടകർ കൂടി അവിടെ എത്തിയാൽ ഒരുപക്ഷെ പോലീസിന് നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാവും എന്ന് കണക്കെടുത്തുകൊണ്ടാണ് ഓരോ ഇടത്താവളങ്ങളിലും ഒരു 10-15-20 വാഹനങ്ങൾ വന്ന് അതിനുശേഷം ആ വാഹനങ്ങൾ തിരിച്ചു പോകുന്നതനുസരിച്ചാണ് വാഹനങ്ങൾ കടത്തിവിടുന്നത്. അത്തരത്തിലാണ് പോലീസ് ഒരു നിയന്ത്രണം ഏർപ്പെടുത്തിയത്. ഇന്നലെ തൊട്ട് ഇത്തരത്തിലൊരു തിരക്ക് വലിയ രീതിയിൽ അനുഭവപ്പെടുന്നുണ്ട്. കാരണം ഈ തങ്കങ്കി രഥഘോഷയാത്രയൊക്കെ കടന്നു പോകുന്നത് തന്നെ വലിയൊരു തിരക്ക് ഉണ്ട്. കാരണം മകരവിളക്കുമായി ബന്ധപ്പെട്ട്, മണ്ഡലപൂജയുമായി ബന്ധപ്പെട്ട്, മകരവിളക്കിനും തീർത്ഥാടനവുമായി ബന്ധപ്പെട്ടൊക്കെ ഈ ആളുകൾ തീർത്ഥാടകർ തമിഴ്നാട്ടിൽ നിന്നും ഇതര സംസ്ഥാന ആൾക്കാരൊക്കെ കാൽനടയായിട്ടൊക്കെ ഈ വനം മേഖലകളിലൂടെയൊക്കെ കടന്നു വരുന്നുണ്ട്. വാഹനങ്ങളിൽ എത്താത്ത തീർത്ഥാടകർ തന്നെ നടന്നു വരുന്നൊരു സാഹചര്യം കൂടിയുണ്ട്. അത്തരത്തിലൊരു തീർത്ഥാടക ഒഴുക്ക് ഇപ്പോൾ നിലവിലുണ്ട്. അത്തരത്തിൽ തീർത്ഥാടകർ കടന്നു വരുന്നത് സന്നിധാനത്ത് ഒരു കൂട്ടമായി എത്തിയാൽ ഒരു പക്ഷേ പോലീസിന് നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ട്. അത് കണക്കിലെടുത്തുകൊണ്ടാണ് ഇത്തരമൊരു നിയന്ത്രണം. വലിയ ഒരു മറ്റ് അപകടങ്ങളോ മറ്റു കാര്യങ്ങളോ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ആണ് ഇത്തരത്തിലൊരു നിയന്ത്രണം ഏർപ്പെടുത്തിയത്. ഇടത്താവളങ്ങളിലാണ് വാഹനങ്ങൾ പിടിച്ചിടുന്നത്. അവിടെ ഈ വെള്ളവും മറ്റു കാര്യങ്ങളും സൗകര്യങ്ങളൊക്കെ കൊണ്ട് മറ്റു സ്ഥലങ്ങളിലൊക്കെ കിടക്കുന്ന തീർത്ഥാടകർക്കാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ളത്. വഴി ഇടത്താവളങ്ങളിലല്ലാത്ത സ്ഥലങ്ങളിൽ, ചില സ്ഥലങ്ങളിൽ വാഹനങ്ങൾക്ക് നിയന്ത്രണം എടുത്തിയാൽ വനമധ്യത്തിലൊക്കെ ആണെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ട് തീർത്ഥാടകർക്ക് ഉണ്ടാക്കുന്നുണ്ട്. എന്തായാലും ഈ പമ്പയിലെയും ശബരിമലയിലെയും ഈ കഴിഞ്ഞ 2-3 ദിവസമായി തുടരുന്ന തിരക്ക് അനിയന്ത്രിതമായി തുടരുകയാണ്. അതിന് ഒരു മുൻകരുതൽ എന്ന നിലയ്ക്കാണ് ഇപ്പോൾ ശബരിമലയ്ക്കുള്ള പ്രധാന പ്രവേശന കവാടമായ പത്തനംതിട്ടയിൽ അടക്കം ഇത്തരത്തിലുള്ള നിയന്ത്രണം പോലീസ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. ശരി, ശശി.